വെൽക്കം ടു ടൈംസ് യൂട്യൂബ് ചാനൽ ഫോർ ബാങ്ക് ആൻഡ് SSC CGL എക്സാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ വരുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ്. സോ നേരത്തെ ഓരോ ടോപ്പിക്സിൽ ഒരു 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും ഒരു സെലക്റ്റഡ് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കതിലേക്ക് പോവാം. Okay, first question. Places A and B are 20 kilometers apart on the highway. A car starts from A and another from B at the same time. If the car travels in the same direction at different speeds, they meet in 1 hour. If they travel towards each other, they meet in 12 minutes. What are the speeds in kilometer per hour of two cars? അപ്പോൾ രണ്ട് പ്ലേസസ് ഉണ്ട് A and B. അവർ 20 കിലോമീറ്റേഴ്സ് അപ്പാർട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ 20 കിലോമീറ്റേഴ്സാണ് അവരുടെ ബിറ്റ്വീനുള്ള ഡിസ്റ്റൻസ്. ഒരു കാർ A സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു കാർ Bയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും സെയിം ഡയറക്ഷൻ, ഓക്കെ, സെയിം ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ അവരുടെ റിലേറ്റീവ് സ്പീഡ് വരുന്നത് ഇസ് x-y. ഓക്കെ, ഇനി A ആൻഡ് B സെയിം ഡയറക്ഷനിലേക്കാണ് വരുന്നതെങ്കിൽ അവരുടെ റിലേറ്റീവ് സ്പീഡ് വരുന്നത് x+y ആണ്. ഓക്കെ, അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ ഇസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അറിയാലോ. ടൈം ഇസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്? 20 കിലോമീറ്റർ ആണ്. ബൈ ആദ്യത്തെ കേസിൽ ഇറ്റ് ഇസ് x-y. അത് 1 ഹവറിലാണ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് 1. സെക്കൻഡ് കേസിൽ അത് വരുമ്പോൾ ഇറ്റ് ഇസ് 20/x+y വിച്ച് ഇസ് 12 മിനിറ്റ്സ്, അതായത് 12/60. മിനിറ്റ്സ് ആറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2/10 വിച്ച് ഇസ് 200/2 ഇസ് x+y. അപ്പോൾ 100 ആണ് x+y. ക്ലിയർ? ഒരു ബോക്സ് വരയ്ക്കാം. സോ ഈ കേസിൽ, ഫസ്റ്റിൻ്റെ കേസിൽ, ഈ കേസിൽ x-y = 20 അറിയാലോ. സോ നമ്മൾ x-y 20 ആണ്, x+y 100 ആണ്. ഇവിടെ ഈക്വേഷൻ നമ്മൾ ആഡ് ചെയ്താൽ 2x ഇസ് 120 ആൻഡ് x ഇസ് ഈക്വൽ ടു 60. എക്സിൻ്റെ വാല്യൂ നമുക്ക് 60 കിട്ടി. വൈയുടെ വാല്യൂ കൂടി കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് x-y ഇസ് ഈക്വൽ ടു 20. അപ്പോൾ 60 - y ഇസ് 20, -y ഇസ് ഈക്വൽ ടു -40, അപ്പോൾ y ഇസ് ഈക്വൽ ടു 40. അപ്പോൾ 60 ആൻഡ് 40 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ 4 is your answer. Clear? Second one. A thief pursued by a policeman was 150 meters ahead at the start. If the ratio of the speed of the policeman to that of the thief was 5:4, then how far could the thief go before he is caught by the policeman? അപ്പോൾ ഒരു പോലീസ്മാൻ, ഒരു തീഫ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത് 150 മീറ്റർ, അതായത് തീഫാണ് മുമ്പിൽ. ഓക്കെ, 150 മീറ്റർ. ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ദ പോലീസ്മാൻ ടു ദാറ്റ് ഓഫ് ദ തീഫ് വാസ് 5:4. അപ്പോൾ ഇവിടെ ടൈം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ടൈം ഇസ് സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ടൈം കോൺസ്റ്റൻ്റ് ആണ്, ടൈം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ ടൈം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ വിൽ ബി ഈക്വൽ ടു ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. അപ്പോൾ ഇവിടെ സ്പീഡിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പോലീസ്മാൻ, തീഫ്, സ്പീഡ്, ഡിസ്റ്റൻസ്. സ്പീഡിൻ്റെ റേഷ്യോ എത്രയാണ്? 5:4. ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ 5:4 തന്നെയാണ്. അപ്പോൾ ഇവിടെ 5:4 എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഒരു യൂണിറ്റാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ആ ഒരു യൂണിറ്റാണ് 150 മീറ്റർ എന്നുള്ള ഗ്യാപ്പ്. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 4 യൂണിറ്റ്സ് ആണ്. ദാറ്റ് ഈസ് 4 × 150 വിച്ച് ഈസ് ഈക്വൽ ടു 600. ക്ലിയർ? ഓപ്ഷൻ 1 is your answer. ക്ലിയർ ആണല്ലോ. ഓക്കെ, അക്ഷര ആൻഡ് സിദ്ധാർത്ഥ് ട്രാവൽ ഫ്രം പോയിന്റ് P to Q at a distance of 72 km at the rate of 8 km/h and 10 km/h respectively. Siddharth reaches Q first and returns immediately and meets Akshara at R. അപ്പോൾ P to Q ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ഇതാണ് 72 കിലോമീറ്റർ. ഓക്കെ, ട്രാവൽ ഫ്രം P to Q at a distance of 72 km at the rate of 8 km and 10 km/h respectively. സിദ്ധാർത്ഥ് ക്യൂവിൽ ആദ്യം എത്തി. സിദ്ധാർത്ഥ് ട്രാവൽ ചെയ്ത് ക്യൂ എത്തി, അല്ലെങ്കിൽ ക്യൂ ഇതിനെ കറസ്പോണ്ട് ചെയ്ത് വരയ്ക്കുന്ന ക്യൂ എത്തി. അവിടുന്ന് സിദ്ധാർത്ഥ് പിന്നെയും തിരിച്ച് വരുമ്പോൾ ഈ ഒരു പോയിന്റിൽ, ഈ ഒരു പോയിന്റാണ് നമുക്ക് അസ്യൂം ചെയ്യാം, ഈ ഒരു പോയിന്റിൽ വെച്ചാണ് ആരെ കാണുന്നത്? അക്ഷരേനെ മീറ്റ് ചെയ്യുന്നത്. നമുക്ക് 6 ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആൻഡ് മീറ്റ് അക്ഷര അറ്റ് R. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം P to R. P to R ആണ് അവർ ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇവിടെയും ടൈം നമുക്ക് കോൺസ്റ്റൻ്റ് ആണ്, രണ്ടുപേരും ഒരേ സമയമാണ് പോയത്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെയും സ്പീഡിൻ്റെയും റേഷ്യോ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ സ്പീഡിൻ്റെ റേഷ്യോ എത്ര തന്നിരിക്കുന്നത്? 8:10 ആണ് തന്നിരിക്കുന്നത്. കട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ 4:5. 4:5 ആണ് സ്പീഡിൻ്റെ റേഷ്യോ. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ 4:5 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ പോയിരിക്കുന്നത് P to Q, Q to R ആണ് 5. P to Q, Q to R ആണ് 5. അപ്പോൾ ഈ P to R എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ 4 യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. P to R 4. ഇവിടെ എഴുതാം. P to R ആണ് 4 ആൻഡ് Q to R is 1. അപ്പോൾ ടോട്ടൽ 5 ആണല്ലോ. അപ്പോൾ Q to R 1 ആണ്. അപ്പോൾ Q to R 1 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് ഒരു ഹാഫും ഈ Q നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചുള്ളത് വേറൊരു ഹാഫും ഉണ്ട്. ഓക്കെ, അപ്പോൾ P to Q വരുന്നതാണ് 72 കിലോമീറ്റർ. ദാറ്റ് ഇസ് 4 + 0.5, അതാണ് 72. അതായത് 4.5 യൂണിറ്റ് ആണ് 72. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P to R, അതായത് 4 യൂണിറ്റ്സ് ആണ്. ദാറ്റ് ഇസ് X. ഓക്കെ, ഇവിടെ ഒരു ബോക്സ് വരച്ച് ചെയ്യാം. സോ 4.5 X is equal to 72 into 4. X is equal to 72 into 4 by 4.5. ഓക്കെ, ഇത് ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ യു ഗെറ്റ് ഇറ്റ് ആസ് X is equal to 16. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4X ആണ്. ദാറ്റ് ഈസ് 16 into 4 which is 64 കിലോമീറ്റർ. ക്ലിയർ? ഓപ്ഷൻ 1 is your answer. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, a bus travels of the distance initially at a speed of 40 km/h, the next at a distance of 50 km/h, the final at a distance of 60 km/h. Find the average speed of the bus for the entire journey. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ 40, 50 ആൻഡ് 60. ഇവിടെ 3 പേരുടെയും LCM is 600. അപ്പോൾ 600 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഇനി ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരുന്നത്? 1800. 3 പേരും 600 വെച്ച് ട്രാവൽ ചെയ്തു. ടോട്ടൽ ടൈം ഫസ്റ്റ് ആളുടെ കേസിൽ 600/40 പ്ലസ് 600/50 പ്ലസ് 600/60. ക്ലിയർ? ക്യാൻസൽ ഔട്ട് ചെയ്താൽ ഇവിടെ 15, ഇവിടെ 12 ആൻഡ് ഇവിടെ ഇറ്റ്സ് 10. So it is 1800/37 which is 48.65 km/h. Option 1 is your answer. Clear ആണല്ലോ? Next, 2 trains of lengths 150 meter and 250 meter run on parallel lines. When they run in the same direction, അപ്പോൾ relative speed is S1 minus S2. Okay, S1 minus S2 ആണ്. അപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 150 പ്ലസ് 250 ബൈ സ്പീഡ് ഇസ് S1 മൈനസ് S2, ദാറ്റ് ഇസ് 20. അപ്പോൾ ഇവിടെ എന്താ പറയുക? 400/20 is 20 വരും. ഓക്കെ, നെക്സ്റ്റ് കേസിൽ ടൈം ഇസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അവിടെയും ഡിസ്റ്റൻസ് 150 പ്ലസ് 250, അതായത് ദേ ക്രോസ് ഈച്ച് അതർ വെൻ ദേ റൺ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആ കേസാണ് പറയുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദേ ടേക്ക് 5 seconds ടു ക്രോസ് ഈച്ച് അതർ, ഡിവൈഡ് ബൈ 5. അപ്പോഴും 400/5 is 80. ഓക്കെ, അപ്പോൾ ഇവിടെ S1 മൈനസ് S2 വരുന്നത് 20യും S1 പ്ലസ് S2 വരുന്നത് 80യും ആണ്. ഇവിടെ ഈക്വേഷൻസ് ആഡ് ചെയ്താൽ 2S1 is 100 and S1 is 50. S1 50 കിട്ടി. S2 കണ്ടുപിടിക്കാം. സോ S1 മൈനസ് S2 is 20. അപ്പോൾ 50 മൈനസ് S2 is 20, മൈനസ് S2 is minus 30 and S2 is 30. അപ്പോൾ S2 30, S1 50 ആയി. ഇത് പക്ഷേ സെക്കൻഡ്സിലാണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് കിലോമീറ്റർ പെർ അവറിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 50 into 18/5, ദാറ്റ് ഇസ് 180. 180 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 3. ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 30 into 18/5, ദാറ്റ് ഇസ് 108. അപ്പോൾ 80 and 108 ആണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ 3.
Question number 6. A boatman goes 2 km against the current of the stream in 1 hour and goes 1 km along with the current in 10 minutes. How long will it take to go 6 km in stationary water? അപ്പോൾ against the current, against ആണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് വരുന്നത് S1 മൈനസ് S2. അത് ഈ കേസിൽ എത്രയാണ്? 2 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. ടൈം വരുന്നത് 1 hour. ഓക്കെ, അപ്പോൾ 2/1 is 2. ഇനി along ആണെങ്കിൽ it's S1 plus S2, that is 1/10 minutes ആണ് പറഞ്ഞിരിക്കുന്നത്. സോ 10/60 ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുമ്പോൾ it's 6 km/h. ഇവിടെ 2 km/h. How long will it go to take 6 km in stationary water? അപ്പോൾ ഇവിടെ S1 മൈനസ് S2 നമുക്ക് കിട്ടിയത് എത്രയാണ്? 2 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഹൗ ലോങ് will it take to go 6 km in stationary water? സ്റ്റേഷനറി വാട്ടർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല. അപ്പോൾ S2 കണ്ടുപിടിക്കേണ്ട. S1 ആണ് ഇവിടെ ബോട്ടിൻ്റെ സ്പീഡും S2 സ്ട്രീമിൻ്റെ സ്പീഡുമാണ്. ഓക്കെ, അപ്പോൾ S2 മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ S1 മൈനസ് S2 2, S1 പ്ലസ് S2 6 ആണ്. ഇവിടെ ക്യാൻസൽ ചെയ്താൽ ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്തു. 2S1 is 8, S1 is 4. S1 4 ആണ്. 6 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 6 കിലോമീറ്ററിൻ്റെ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഗോ 6 കിലോമീറ്റർ ഇൻ സ്റ്റേഷനറി വാട്ടർ? അപ്പോൾ 6 കിലോമീറ്ററിലെ ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം ഇസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് 6 ആണ്, സ്പീഡ് 4 ആണ്. ദാറ്റ് ഇസ് 3/2 വിച്ച് ഇസ് 1.5 അല്ലെങ്കിൽ 1 hour 30 minutes. Option 3 is your answer. Clear? 7th one. A boatman rows to a place 30 km distant and back in 14 hours. He finds he can row 10 km with the stream at the same time as 4 km against the stream. അപ്പോൾ ഒരു ബോട്ട്മാൻ പോവുകയാണെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഡൗൺ സ്ട്രീമിലാണ് പോകുന്നതെങ്കിൽ തിരിച്ചു വരുമ്പോൾ അപ്പ് സ്ട്രീമിലായിരിക്കും വരിക. കാര്യം സ്ട്രീമിന് ഒരു ഡയറക്ഷൻ ഫ്ലോയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡൗൺ സ്ട്രീമിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഡൗൺ സ്ട്രീമിലാണ് പോകുന്നതെങ്കിൽ S1 പ്ലസ് S2 ആണ് റിലേറ്റീവ് സ്പീഡ് വരിക. ഇനി അപ്പ് സ്ട്രീമിൽ വരുമ്പോൾ S1 മൈനസ് S2 ആണ് വരിക. ഓക്കെ, ഡിസ്റ്റൻസ് ഇവിടെ സെയിം ആണ്. സോ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ദാറ്റ് ഇസ് 30/S1 പ്ലസ് S2 ആണ് ഫസ്റ്റ് കേസ്. 30/S1 പ്ലസ് S2. രണ്ടാമത്തെ കേസിൽ ഇറ്റ്സ് 30/S1 മൈനസ് S2. ഓക്കെ, അപ്പോൾ ഈ 30/S1 പ്ലസ് S2 പ്ലസ് 30/S1 മൈനസ് S2 ഇതാണ് 14 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ടൈം ഇവിടെ ഫിക്സ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോയും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ അവർ 10:4 എന്ന് തന്നിട്ടുണ്ട്. അത് ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് 5:2. ഓക്കെ, ഇത് ഇങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ S1 പ്ലസ് S2 ബൈ S1 മൈനസ് S2 ഇത് സ്പീഡിൻ്റെ റേഷ്യോ കൂടിയാണല്ലോ. ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ സ്പീഡിൻ്റെ റേഷ്യോ ഇവിടെ സെയിം ആണ്, ടൈം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. ദാറ്റ് ഇസ് 5/2. ഇവിടെ കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ S1 ബൈ S2 ഇസ് 7. 5 + 2 7 ബൈ 5 - 2 3 വരും. അപ്പോൾ നമ്മൾ S1 7x എന്നും S2 3x എന്നും കൺസിഡർ ചെയ്യുന്നു. S1 7x എന്നും S2 3x എന്നും കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഈ ഇക്വേഷൻ ഞാൻ 1 എന്ന് നെയിം ചെയ്താൽ ഈ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇറ്റ്സ് 30/S1 പ്ലസ് S2 10x പ്ലസ് 30/S1 മൈനസ് S2 ഇസ് 4x വിച്ച് ഇസ് 14. ഇവിടെ ക്യാൻസൽ ചെയ്താൽ 3 ക്യാൻസൽ ചെയ്താൽ 15/2 ഇസ് 7.5. ഓക്കെ, സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇസ് 1.5/2 അല്ലെങ്കിൽ 0.75 എന്ന് വരും. നമ്മളടുത്ത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീമിൻ്റെ സ്പീഡ് നമ്മൾ S2 ആണ് എടുത്തിരിക്കുന്നത്. S2 ഇവിടെ എത്രയാണ്? 3x. സോ 3 × 0.75 ഇസ് 2.25. ഓക്കെ, 2.25. ഇത് പോയിന്റിലേക്ക് മാറ്റുമ്പോൾ ഇറ്റ്സ് 9 ഫ്രാക്ഷനിലേക്ക് മാറ്റിയാൽ 9/4. കാര്യം ഇവിടെ 4 വരുന്നു, ഇവിടെ പോയിന്റിലാണ് വരുന്നത്, ഇവിടെ പോയിന്റിലാണ് വരുന്നത്. അപ്പോൾ സോ 2.25 ആൻസർ ഇസ് ഓപ്ഷൻ 4. ഓക്കെ,
Eighth one, a motorboat traveling at some speed can cover 24 km upstream. Okay, 24 km upstream and 40 km downstream in 17 hours. അപ്പോൾ നമുക്ക് നോക്കാം, അപ്സ്ട്രീമിൽ റിലേറ്റീവ് സ്പീഡ് വരുന്നത് S1 മൈനസ് S2, ഡൗൺ സ്ട്രീമിൽ റിലേറ്റീവ് സ്പീഡ് വരുന്നത് S1 പ്ലസ് S2 ആണ്. ക്ലിയർ? അപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഇതറിയാലോ, ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ഡിസ്റ്റൻസ് എത്ര വരുന്നത്? ആദ്യത്തെ കേസിൽ 24 ബൈ സ്പീഡ് വരുന്നത് S1 മൈനസ് S2 പ്ലസ് രണ്ടാമത്തെ കേസിൽ 40 S1 പ്ലസ് S2 ഇസ് ഈക്വൽ ടു 17. ഓക്കെ, ഇത് തന്നെ കേസ് അടുത്തത് വരുമ്പോൾ അത് സ്പീഡ് 12 ആണ് അപ്സ്ട്രീം പറയുന്നത്, 32 ഡൗൺ സ്ട്രീം പറയണ്ടെങ്കിലും അപ്സ്ട്രീം 12. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത്. ബൈ S1 മൈനസ് S2 പ്ലസ് 32 ബൈ S1 പ്ലസ് S2 ഇസ് 10 hours, 17ഉം 10ഉം. ഓക്കെ, ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ മൊത്തം 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ മാത്രം റീറൈറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് 24 ബൈ S1 മൈനസ് S2 പ്ലസ് 64 ബൈ S1 പ്ലസ് S2 ഇസ് ഈക്വൽ ടു 20. ഇനി ഇക്വേഷൻ 1 ഇത് ഇക്വേഷൻ 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം മൈനസ് ആവുന്നു. ആൻഡ് വി ആർ ക്യാൻസലിംഗ് ദിസ് ഔട്ട്. ഓക്കെ, so 40 minus 64, that is minus 24 by S1 plus S2 is equal to minus 3. Clear? ഇവിടെ എഴുതാൻ ക്യാൻസൽ ചെയ്താൽ 8. So S1 plus S2 8 km per hour, 8 km per hour കിട്ടി. ഓക്കെ, ഞാൻ പൊക്കത്തെ പാർട്ട് ഒന്ന് റബ്ബ് ചെയ്യാം. S1 plus S2 8 കിട്ടി. ഓക്കെ, സോ അത് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 24 by S1 minus S2 is 40 by 8, that is 5 is equal to 17. So 24 by S1 minus S2 is equal to 5 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും, that is 12. ഇവിടെ ഇത് കട്ട് ചെയ്താൽ S1 minus S2 is 2. ഓക്കെ, S1 minus S2 2 കിട്ടി. So S1 minus S2 is 2 and S1 plus S2 is 8. ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്താൽ 2S1 10 ആയി, S1 എന്താവും 5, S1 5. അപ്പോൾ S5 പ്ലസ് 5 മൈനസ് S2 is minus 2. അപ്പോൾ S1 5 കിട്ടിയാൽ S2 is 3. ഓക്കെ, നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് സ്പീഡ് ഓഫ് ദ സ്ട്രീം ആണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രീമേഴ്സ് S2. അപ്പോൾ നമ്മൾ 3 km per hour ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ 3 is your answer. Clear? Okay, 9th one. In a circular race of 1600 meter in length, Bhaskar and Vinay start with speeds 27 km per hour and 47 km per hour, starting at the same time from the same point. Okay, അപ്പോൾ സെയിം ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് വരുന്നത് S1 മൈനസ് S2, ഓപ്പോസിറ്റ് ആണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് വരുന്നത് S1 പ്ലസ് S2. ഓക്കെ, when will they meet for the first time on the track when running in opposite direction and the same direction? അപ്പോൾ ആദ്യം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ടൈം ഇസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസ് ഇസ് 1600, സ്പീഡ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി അതേ ആഡ് ചെയ്യുക, ദാറ്റ് ഇസ് 6072 ഇൻറ്റു ഇവർ തന്നിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് മിനിറ്റ്സിലാണ് തന്നിരിക്കുന്നത്, ഇവിടെ അവറിലായതുകൊണ്ട് നമ്മൾ ഇൻറ്റു 5/18 ഇവിടെ നിന്ന് തന്നെ ചെയ്യുന്നു, ദാറ്റ് ഇസ് 420. 1600 by 20. Clear? That is 80 seconds. 80 seconds. Clear? രണ്ടാമത്തെ കേസ് വരുന്നത് ടൈം ഇസ് ഈക്വൽ ടു 1600 by 45 minus 27, that is 18 into 5/18. അതായത് 5 വരുന്നു, ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ 320, that is 320 seconds അല്ലെങ്കിൽ 3 minutes 20 seconds. 20 seconds. ഓക്കെ, 3 minutes 20 seconds. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ 320 seconds എന്ന് കൂട്ടിയാൽ മതി, 3 minutes 20 seconds അല്ല, 320 seconds എന്ന് കൂട്ടിയാൽ മതി. 320 second. ഓക്കെ, അപ്പോൾ 80 സെക്കൻഡ്, ഫസ്റ്റ് കേസിൽ 80 seconds എന്ന് പറയുമ്പോൾ ഇറ്റ്സ് 1 minute
20 second. 320 second എന്ന് പറയുമ്പോൾ it is 5 minute 20 second. So option 2 is your answer. Clear? Okay, last question. Atul gives Vishu a head start of 20 seconds in 900 meter race and beats him by 135 meter. Okay, അപ്പോൾ ടി എന്നുള്ളൊരു ടൈമിലാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നത്. ഈ ടി എന്നുള്ള ടൈമിൽ നിന്ന് ഒരു 20 സെക്കൻഡ് എക്സ്ട്രാ കൊടുത്തു. അതുൽ വിഷുവിന് ഒരു 20 സെക്കൻഡ് എക്സ്ട്രാ കൊടുത്തു. അതായത് 20 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അതുൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 20 സെക്കൻഡ് എക്സ്ട്രാ കൊടുത്തപ്പോൾ എന്നിട്ടും അതുൽ ബീറ്റ് വിഷു ബൈ 135 മീറ്റർ. അപ്പോൾ ഈ T+20 ടൈം കിട്ടിയപ്പോഴും 900 മീറ്റർ ഫിനിഷ് ചെയ്തിട്ടില്ല ആര്, വിഷു. 135 കുറവ് ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് ഇസ് 765 മീറ്ററേ ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. വൈൽ റണ്ണിങ് ദ സെയിം റേസ് അഗെയിൻ Atul gives a start of same. Atul പിന്നെ ഒരു സ്റ്റാർട്ട് ഓഫ് 189 മീറ്റർ മുമ്പിൽ നിന്നോളാൻ പറഞ്ഞു. 189 മീറ്റർ മുമ്പിൽ നിന്നോളാൻ പറഞ്ഞാൽ 1711 മീറ്റർ മുമ്പിൽ നിന്നോളാൻ പറഞ്ഞു. ആൻഡ് ബീറ്റ്സും ബൈ 8 സെക്കൻഡ്സ്. അപ്പോഴും T+8 8 സെക്കൻഡ് പിന്നെയും ബീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് കണ്ടാൽ ഇറ്റ്സ് 12 സെക്കൻഡും ഇവിടെ വരുമ്പോൾ 54 മീറ്ററുമാണ്. ഓക്കെ, നൗ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്ര ഇവിടെ 54, ടൈം എത്രയാണ് 12 ആണ്. ക്ലിയർ? ഇനി ഹൗ മച്ച് ടൈം can Vishu complete the full race of 900 meter? അപ്പോൾ ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് എത്ര, ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 900, സ്പീഡ് എന്ന് പറയുമ്പോൾ 54/12. 9ൻ്റെ ടേബിൾ ഇത് ക്യാൻസൽ ചെയ്താൽ ഇറ്റ്സ് 100. ഇവിടെ 6 ഇത് ക്യാൻസൽ ചെയ്ത് 2. ദാറ്റ് ഈസ് 200 സെക്കൻഡ്സ്. ദാറ്റ് ഈസ് 200 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ 3 minutes 20 seconds. Option 1 is your answer. Option 1 is your answer. Okay, so ഈ 10 questions ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വറി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.